നമസ്കാരം. എൻ്റെ പേര് VM സാദിഖലി എന്നാണ്. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ചെയ്യാണ് ഒരുപാട് വർഷമായിട്ട്. 2003 തുടങ്ങിയതാണ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിലേക്കുള്ളൊരു തുടക്കം ഈ പ്രകൃതിയോട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് നേച്ചർ ക്യാമ്പ് ചെയ്യുന്നത്. കേരള സാഹിത്യ പരിഷത്തിൻ്റെ നേച്ചർ ക്യാമ്പായിരുന്നു. പിന്നെ അന്ന് ക്യാമറ കിട്ടാനുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലായിരുന്നു, എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഞാനൊരു 3 വർഷത്തോളം പ്രകൃതിയെക്കുറിച്ചും കണ്ട് പഠിക്കുകയും ചിത്രങ്ങൾ കാണുകയും അതുപോലെ TV ഡിസ്കവറി ചാനൽ കാണുകയൊക്കെ ചെയ്തിട്ടാണ് ഇതൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുമല്ലോ എന്നുള്ളൊരു തോന്നലുണ്ടായത്. അങ്ങനെയാണ് ഫോട്ടോഗ്രാഫിയിലേക്ക് വരുന്നത്. അപ്പം വീട്ടിൽ പ്രഷർ ചെയ്തിട്ട് ഉപ്പയാണ് എനിക്കൊരു ഫിലിം ക്യാമറ വാങ്ങി തന്നെ ആദ്യമായിട്ട്. ഉപ്പാൻ്റെ കൂടെ ക്യാമറ വാങ്ങിത്തന്നതിന് ശേഷം ഉപ്പാൻ്റെ കൂടെ ക്യാമറയൊക്കെ ആയിട്ട് പോകും. അങ്ങനെ പാടത്തൊരു ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തൊരു മാവുണ്ട്. ആ മാവിൻ്റെ മുകളിൽ 2 വണ്ടുകൾ എണ്ണ ചേരുന്ന കണ്ടിട്ടാണ് ഇപ്പം എനിക്ക് കാണിച്ചു തന്നെ. ആ മരത്തിൻ്റെ മുകളിൽ 2 വണ്ടുകൾ എന്തുകൊണ്ട് നീ നോക്ക്, ഫോട്ടോ എടുത്ത് നോക്കുക. ഞാൻ അങ്ങനെ മരത്തിൻ്റെ മുകളിൽ കയറിയിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഭയങ്കര രസമായിരുന്നു. ആദ്യമായിട്ട് ഫോട്ടോ എടുത്ത ആ ഒരു ഇത് കണ്ണെന്ന് മായാത്ത ചിത്രമാണ് ഇപ്പോൾ. ഞാൻ എപ്പോഴും സൂക്ഷിക്കുന്നുണ്ട് ആ പടം. പിന്നെ നിലമ്പൂർ കാടുകളിലും അതുപോലുള്ള കാടുകളിലൊക്കെ പോയി 2003 മുതലാണ് ഫോട്ടോഗ്രാഫി തുടങ്ങുന്നത്. ഫിലിം ക്യാമറ വെച്ച് തുടങ്ങിയിട്ട് പോയിൻ്റ് ആൻഡ് ഷൂട്ട് ക്യാമറയും പിന്നെ SLR ക്യാമറയും പിന്നീട് DSLR ക്യാമറയൊക്കെ ആയിട്ടാണ് ഫോട്ടോ എടുത്തിട്ടുള്ളത്. ഫോട്ടോഗ്രാഫി ചെയ്യുക എന്ന് പറയുന്നത്, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര അഡ്വഞ്ചറാണ്. നമ്മൾ പോകുന്ന സമയത്ത് വിചാരിക്കുന്ന പോലെ അനിമൽസ് സൈറ്റ് ചെയ്യണമെന്നില്ല, നമ്മൾ വിചാരിക്കുന്ന പോലെ കാലാവസ്ഥ ശരിയാവണമെന്നില്ല. നമ്മളിതിൻ്റെ കൃത്യമായിട്ടൊരു സ്റ്റഡിയും റിസർച്ചൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് ഫോട്ടോഗ്രാഫി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. നമ്മൾ ആദ്യം വേണ്ടത് ഏത് കാട്ടിലേക്കാണോ നമ്മൾ പോകുന്നത് ആ കാട്ടിലേക്ക് പോകേണ്ട ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് അനുവാദം വാങ്ങിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് വേണ്ടത്. അനുവാദം കിട്ടിയതിന് ശേഷം നമ്മൾ ആ കാടിനെ കുറിച്ചും കണ്ട് പഠിക്കുക. ഏത് ടൈപ്പ് ഫോറസ്റ്റാണത്, ആ ഫോറസ്റ്റിൽ ഏതെല്ലാം ടൈപ്പ് അനിമൽസിനെ നമുക്ക് സൈറ്റ് ചെയ്യാൻ പറ്റും, ഏതെല്ലാം ടൈപ്പ് ബേഡ്സ് ഉണ്ട്, തവളകളുണ്ട്, പാമ്പുകളുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുക, കാട്ടിലേക്ക് പോവുക. ഏത് ടൈപ്പ് മണ്ണാണ് അവിടെ, ഏതെല്ലാം ടൈപ്പ് മരങ്ങളുണ്ട് എന്നുള്ളതൊക്കെ നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് കാട്ടിലേക്ക് പോകും. കാട്ടിലേക്ക് പോയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കാട്ടിലേക്ക് യോജിക്കുന്ന ഡ്രസ്സുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ കാട്ടിലേക്ക് പോകും. എന്നിട്ടാണ് നമ്മൾ ഫോട്ടോഗ്രാഫി ചെയ്യുന്നത്. നമ്മളെ മുൻപിലൂടെ വരുന്ന ജീവികളെയും പൂമ്പാറ്റകളെയും ഇലകളും ലൈറ്റുകളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോട്ടോ എടുക്കുന്നത്. ഫോട്ടോഗ്രാഫിയിൽ ലൈറ്റിന് ഭയങ്കരമായിട്ടുള്ള പ്രാധാന്യമുണ്ട്. നമ്മൾ സഫാരി ചെയ്യാം. നമുക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ സഫാരി ഉണ്ട്. ഇന്ത്യയിൽ ഒരുവിധം കാടുകളിലൂടെയൊക്കെ നമുക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഭയങ്കര സന്തോഷമാണ്. എല്ലാവർക്കും ചിലപ്പോൾ അതുപോലെ കഴിഞ്ഞോളണമെന്നില്ല. അപ്പോൾ നമ്മൾ ഈ എടുക്കുന്ന ഫോട്ടോസൊക്കെ ആളുകൾക്ക് കാണിച്ചു കൊടുക്കുക, ഇതിൻ്റെ സ്പീഷീസിനെ കുറിച്ചും കണ്ട് പറഞ്ഞു കൊടുക്കുക. ഈ സ്പീഷീസ് ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് പറയാം. ഇതൊക്കെയാണ് ഞാൻ ഫോട്ടോഗ്രാഫി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഭയങ്കര അത്ഭുതകരമായിട്ടുള്ളൊരു ഫോട്ടോ കിട്ടിയത് 2012 ഞാൻ ബന്ദിപ്പൂർ കാട്ടിലേക്ക് പോവുകയാണ്. അത് രാവിലെ ഞാൻ സഫാരിക്ക് വേണ്ടിയിട്ട് ബന്ദിപ്പൂർ കാട്ടിലേക്ക് പോയി. അവിടുന്ന് സഫാരി ജീപ്പ് എടുത്തിട്ട് യാത്ര ചെയ്തിട്ടാണ് എനിക്കൊരു ലെപ്പേർഡിൻ്റെ പടം കിട്ടിയത്. ലെപ്പേർഡിൻ്റെ പടം ഭയങ്കര റയറായിട്ട് ഉള്ള പടമായിരുന്നു. ഞാൻ ഒറ്റക്കായിരുന്നു അന്ന് പോയിരുന്നത്. അപ്പം നമ്മളോട് ഡ്രൈവർ പറയുകയാണ് അവിടെ എന്തോ ഒരു സൂചന ഉണ്ട്, എന്തോ ലെപ്പേർഡാണെന്നാണ് തോന്നുന്നതെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ലെപ്പേർഡിനെ മുൻപിൽ കാണുന്നത്. അത്ഭുതമാണ്. നമ്മൾ ലെപ്പേർഡിനെ മുൻപിൽ അത്ര തൊട്ടടുത്ത് കാണുന്നത്. ഒരു 10 മീറ്ററിൻ്റെ ഒക്കെ ചുരുക്കം ദൂരെ ഉണ്ടായിരുന്നുള്ളൂ ലെപ്പേർഡിൻ്റെ. പെട്ടെന്ന് ക്യാമറ ഒക്കെ ഷട്ടർ സ്പീഡും അപ്പാർച്ചറും IS ഒക്കെ കറക്റ്റ് ചെയ്തിട്ട് പെട്ടെന്ന് എന്ത് ചെയ്തു, ഞാൻ eye to eye ലെവലിൽ ഫോട്ടോ എടുക്കാനുള്ള ശ്രമം നടത്തി. എല്ലാവരും മുകളിൽ നിന്ന് ഫോട്ടോ, ജീപ്പിൻ്റെ മുകളിൽ കയറി ഫോട്ടോ എടുത്തപ്പോൾ ഞാൻ ജീപ്പിൻ്റെ ടയറിനോട് ചേർന്നിട്ട് ഫോട്ടോ എടുത്തു. ആ ഫോട്ടോഗ്രാഫി ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് BBC എന്ത് ചെയ്തു, BBC മാഗസിന് കണ്ടു. ആ BBC മാഗസിനിലേക്ക് ഞാൻ ആ ഫോട്ടോഗ്രാഫി അയച്ചപ്പം വേൾഡിൽ 2nd പ്രൈസ് കിട്ടി. എൻ്റെ BBC വൈൽഡ് ലൈഫ് മാഗസിനിൽ മന്ത്ലി കോൺടെസ്റ്റ് ആയിട്ട് ഒക്ടോബറിൽ ആ ഫോട്ടോ വന്നിരുന്നു. പിന്നെ അത് ഭയങ്കര മറക്കാനാവാത്ത അനുഭവമായിരുന്നു ഉണ്ടായിരുന്നത്.
പിന്നെ കാട്ടിൽ നിന്ന് അറ്റാക്ക് ചെയ്യുന്ന ഇതൊന്നും എനിക്ക് ലൈഫിലുണ്ടായിട്ടില്ല. അങ്ങനെ അനിമൽ ആക്രമിക്കുക അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ കാട്ടിലേക്ക് പോകുമ്പോൾ അതിൻ്റെ മര്യാദയോടൊക്കെ കൂടിയിട്ടാണ് പോകാറുള്ളത്. ഇന്ത്യയിൽ 7 സിസ്റ്റേഴ്സ് അല്ലാത്ത എല്ലാ സ്ഥലങ്ങളിലും യാത്ര ചെയ്തിട്ടുണ്ട്, ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇന്ത്യ എന്ന് പറയുന്നത് മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ഇന്ത്യയിലൂടെ യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ ലോകത്തിലൂടെ യാത്ര ചെയ്തൊരു ഫീലാണ് കിട്ടുക. അപ്പോൾ ഇവിടുന്നൊക്കെ ഓരോ സ്ഥലത്തുള്ള ഭൂപ്രകൃതി വ്യത്യസ്തമാണ്. ഓരോ സ്ഥലത്തുള്ള അനിമൽസും പക്ഷികളും പൂമ്പാറ്റകളും പിന്നെ പാമ്പുകളൊക്കെ വ്യത്യസ്തമുണ്ട്. ഇതിനൊക്കെ കാണാൻ പറ്റുക എന്ന് പറയുന്നത് അത്ഭുതവും ആശ്ചര്യമൊക്കെ നിറഞ്ഞതാണ്. ഇനി അടുത്തത് 7 സിസ്റ്റേഴ്സ് പോകണം എന്നാണ് ആഗ്രഹം. ഫാമിലീൻ്റെ ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ടുണ്ട്. എൻ്റെ ഉപ്പയാണ് എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് കണ്ട് എന്നെ പോകാൻ അനുവദിച്ചത്. പിന്നെ എൻ്റെ ഉമ്മ ഇതുപോലെ തന്നെ എനിക്ക് സപ്പോർട്ട് ചെയ്ത്. എനിക്ക് ഉമ്മയാണ് ഈ ക്യാമറക്ക് എൻ്റെ ഉമ്മയാണ് എനിക്ക് വാങ്ങിച്ചത്. എനിക്ക് ഹെലി ക്യാം എടുക്കുന്നത് എൻ്റെ വൈഫാണ്. ഞാനൊക്കെ ഫോട്ടോഗ്രാഫി തുടങ്ങുന്ന സമയത്ത് നമ്മളെ ഈ പ്രദേശങ്ങളിലൊന്നും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ആൾക്കാരെ ഞാൻ കണ്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ പറയാനുള്ള ഗുരുക്കന്മാരൊന്നും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിലില്ല. ഇവരൊക്കെയാണ് എൻ്റെ ഗുരുക്കന്മാരെന്ന് പറയാനുള്ളത്. അപ്പം നമ്മളിങ്ങനെ ഈ ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളൊരു ഫ്രെയിം വെക്കുക എന്നുള്ളതാണ് ഉണ്ടായിട്ടുള്ളത്. സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫേസ്ബുക്കിലൊക്കെ ആളുകളെ അവബോധം ചെയ്യാൻ വേണ്ടിയിട്ട് ചിത്രങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മളൊരു ഒരു ബ്ലോഗറാകാൻ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ആളുകളുടെയും സ്റ്റുഡൻസിൻ്റെയൊക്കെ ഇടയിൽ ഇറങ്ങി ചെന്നിട്ട് അവബോധം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു പരിസ്ഥിതി വിദ്യാഭ്യാസം കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ ഒക്കെ ആഗ്രഹം. ഞങ്ങൾ ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകളെ ആഗ്രഹം. ഒരുപാട് സ്കൂളുകളിലും കോളേജുകളിലൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രോഗ്രാംസും എക്സിബിഷൻസൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. കുട്ടികൾക്ക് എങ്ങനെയാണ് ഫോട്ടോ എടുക്കുക എന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വിഷ്വൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാമെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഈ ഫോട്ടോഗ്രാഫിയുടെ പിന്നിലുള്ള കഥകൾ, ഓരോ ചിത്രങ്ങൾക്കും പിന്നിൽ കഥകളുണ്ട്. ആ കഥകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. 2013 ഞാനും എൻ്റെ ഉപ്പയും കൂടി തുടങ്ങിയ പ്രൊജക്റ്റാണ്. ചെറിയ കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും ചെറിയ കുട്ടികൾക്കൊക്കെ മരത്തൈകൾ കൊടുക്കുകയും അതിനെ സംരക്ഷിപ്പിക്കുകയൊക്കെ ചെയ്യുന്നൊരു പ്രൊജക്റ്റാണ്. ആ പ്രൊജക്റ്റിൽ ചെയ്യുന്നത് 1 വർഷക്കാലം മരത്തൈ കൊടുത്ത കുട്ടിയെ കൊണ്ട് അതിനെ സംരക്ഷിപ്പിക്കുക. ഓരോ 3 മാസം കൂടുമ്പോഴും അതിൻ്റെ വളർച്ചയും ഇതൊക്കെ നമ്മൾ രേഖപ്പെടുത്തും. കുട്ടികൾക്കൊരു ഡയറി കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ അധ്യാപകർ നമുക്ക് പറഞ്ഞുതരും. വർഷാവസാനം നമ്മൾ എന്ത് ചെയ്യുക, കുട്ടികൾക്ക് ഗ്രീൻ സ്റ്റുഡൻറ്റ് അവാർഡ് കൊടുത്തുകൊണ്ട് ആദരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ്. 2013 മുതൽ ചെയ്യുന്നുണ്ട്. കാട്ടിൽ പോകുന്ന സമയത്ത്, ഈ വർഷക്കാലമൊക്കെ ആയിട്ട് കാട്ടിൽ പോകുന്ന സമയത്താണ് മനസ്സിലായത്, കാട്ടിൽ മനുഷ്യന്മാരുടെ കടന്നുകയറ്റം അധികമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി നമ്മളൊക്കെ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഫോട്ടോഗ്രാഫി ചെയ്യണം. അതുമാത്രമല്ല, ഈ കടന്നുകയറ്റം അവസാനിപ്പിക്കണം. അതുപോലെ മാലിന്യമൊക്കെ നിക്ഷേപിക്കുന്നൊരു കൂടാരമായിട്ട് കാടുകൾ പലപ്പോഴും മാറിയിട്ടുണ്ട്. അങ്ങനെ നാടുകാണി ചുരങ്ങളിലും നമ്മളെ കാനനപ്പാതയിലും, കേരളത്തിലുള്ള അധിക കാനനപ്പാതയിലും എന്തുണ്ട്, പ്ലാസ്റ്റിക് മാലിന്യവും വേസ്റ്റും ഈ കുട്ടികളെ പാമ്പേഴ്സ് പോലെയുള്ള ഡയപ്പേഴ്സും കാര്യങ്ങളൊക്കെ ആളുകൾ വലിച്ചെറിയുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മളെ ശ്രദ്ധയിൽ പെടുക. അപ്പം ആദ്യമായിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഈ കഴിഞ്ഞ മാസം നാടുകാണിയിൽ ഒരു മാസ് ക്ലീനിങ് പരിപാടി നടത്തി. ഒരുപാട് സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നൊക്കെ കുട്ടികളും അധ്യാപകരും വിദ്യാർത്ഥികളും പൊതുജനങ്ങളും മതരാഷ്ട്രീയ പ്രമുഖരൊക്കെ വന്നു ഈ ഒരു ഉദ്യമത്തിലേക്ക്. കേരളം തമിഴ്നാട് അതിർത്തിയിൽ 10 കിലോമീറ്ററാണ് കേരളത്തിൻ്റെ പാത്തയും കണ്ടുള്ളത്. നാടുകാണി വനം എന്ന് പറയുന്നത് 10 കിലോമീറ്ററുള്ളത്. അല്ലെങ്കിൽ ഞങ്ങൾ 20 സോണുകളായിട്ട് ഓരോ ടീമായിട്ട് തിരിച്ചിട്ട് ഒരു ടീമിന് 1/2 കിലോമീറ്റർ വെച്ചെങ്ങാണ്ട് ക്ലീൻ ചെയ്യുക എന്നുള്ള പദ്ധതി കൊടുത്തു. ഞങ്ങൾ രാവിലെ ഒരു 8 മണിക്ക് തുടങ്ങിയിട്ട് ഒരു 11 മണി ആയപ്പോഴത്തേന് അവസാനിക്കുന്ന രൂപത്തിലാണ് ഇത് ചെയ്ത്. ആ ഒരു സമയം കൊണ്ട് ഞങ്ങൾക്ക് 1250 കിലോ മാലിന്യങ്ങൾ അവിടുന്ന് കളക്ട് ചെയ്യാൻ പറ്റി. അതിൽ തന്നെ 800 കിലോഗ്രാമോളം ഇതായിരുന്നു, ഡയപ്പേഴ്സായിരുന്നു. പല ആളുകളും രാത്രിയുടെ ഒക്കെ മറവിൽ എന്ത് ചെയ്യുന്നുണ്ട്, വലിയ ചാക്കിലൊക്കെ ആയിട്ട് അവിടെ നിക്ഷേപിച്ചതൊക്കെ നമുക്ക് കിട്ടി. നമ്മൾ അത്ഭുതപ്പെട്ടു പോയി, എന്താണ് ഇതിങ്ങനെ ചെയ്യുന്നത്. അപ്പം അധികാരികളൊന്നും ഇതിൻ്റെ വേണ്ട രൂപത്തിൽ ശ്രദ്ധ കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മളിങ്ങനെ ക്ലീൻ ചെയ്യുക എന്ന് പറയുന്നൊരു ടീം ഇവിടെ ഉണ്ടാവുന്നില്ല, അതൊക്കെ അവർക്ക് തോന്നിയിട്ടുണ്ടാവും ചിലപ്പോൾ. നമ്മളങ്ങനെ ക്ലീൻ ചെയ്യുന്ന ആളുകളൊന്നുമല്ല. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് മനസ്സിലാവുന്നതും അറിയുന്നതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, കാനനപ്പാതയിലൊക്കെ ഇങ്ങനെ ഇടുന്നത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ശരിക്ക് അധികാരികൾക്ക് ഇതിന് ഫൈന് ഈടാക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യാം. അപ്പുറത്ത് തമിഴ്നാട് ബോർഡറിൽ കയറിയാൽ പ്ലാസ്റ്റിക് മാലിന്യം നമുക്ക് കാണാൻ പറ്റില്ല. അവിടെ പ്ലാസ്റ്റിക് വേസ്റ്റ് ഇടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു മാലിന്യം ഇടുകയാണെങ്കിൽ 1000 രൂപയാണ് അവിടെ ഫൈന്. നമ്മുടെ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നില്ല, അങ്ങനെയുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നില്ല. ക്ലീൻ ചെയ്ത ഉടനെ അന്ന് രാത്രി ഞാനും എൻ്റെ ഫ്രണ്ട് ഉണ്ട് റാഷിദ്, ഞങ്ങൾ 2 പേരും കൂടെ ഒരു പ്രാവശ്യം കൂടെ പോയി. അപ്പോൾ അന്ന് രാത്രിയും ഞങ്ങൾ ആ സമയം ഉണ്ടല്ലോ, ഞങ്ങൾ അവിടെ ഇല്ലാത്ത 1 മണിക്കൂർ, ആ 1 മണിക്കൂറിൽ ആളുകൾ അവിടെ കൊണ്ടുപോകാണ്ട് വീണ്ടും ഇങ്ങനെ മാലിന്യങ്ങൾ തള്ളിയിട്ടുണ്ട്.